ക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ സൗഖ്യപ്പെടുത്തിയേർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ഞങ്ങളുടെ ജീവനെയും കുടുംബത്തെയും ദിവ്യമായ ഉള്ളംകൈയിൽ നിത്യവും കാത്ത് പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുതർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എന്റെ സഹോദരരെ, ശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ കർത്താവേ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളവുമാണ്. എനിക്ക് പ്രവചനമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസം എനിക്ക് ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയുള്ളതുമാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുയോജ്യമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതി സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായിക്കും സ്തുതി. ആദിയിലുള്ള വചനമേ, ദൈവമായിരുന്നൊരു വചനമേ, ആദിയിലുള്ള വചനമേ, ദൈവമായിരുന്നൊരു വചനമേ, സർവ്വതും സൃഷ്ടി ചെയ്തു നവ്യമ ജീവനേകിടും വചനമേ, ജീവനേകിടും വചനമേ, വചനമേ, ദൈവവചനമേ, സത്യവചനമേ, നിത്യവചനമേ, ഹൃദയമാമെന്റെ വയലിൽ വീണു നീ വളരണം, നന്നായി വിളയണം. നമുക്ക് സർക്കാരിൽ നിന്ന് പരിശീലിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. അധ്യായം 15 വാക്യങ്ങൾ 9 മുതൽ. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. ഈശോയിൽ സ്നേഹമുള്ള വികാരിയച്ച
സ്നേഹമുള്ള കാർമ്മികരെ, പ്രിയപ്പെട്ട മെയ്ഫർ ജിസ്മരിയ, അവരുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ബന്ധുമിത്രങ്ങളെ, മെയ്ഫറിൻ്റെയും ജിസ്സിൻ്റെയും ജീവിതത്തിലെ വർണ്ണാഭമായ ഒരു ദിവസമാണ് ഇന്ന്. മെയ്ഫറിൻ്റെ അങ്കിൾ ജോയി എൻ്റെ കൈക്കാരനും വൈസ് ചെയർമാനും ഒക്കെ ആയിരുന്നു. പലപ്പോഴും മെയ്ഫറിൻ്റെ വീട്ടിൽ പോകാൻ അതുമൂലം എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ വീട്ടുകാർക്കും നിയുക്ത വധുവിൻ്റെ വീട്ടുകാർക്ക് എൻ്റെ ആശംസകളും പ്രാർത്ഥനകളും ഞാൻ അറിയിക്കുകയാണ്. മെയ്ഫറും ജിസ്മരിയായും ഒരു തീരുമാനമെടുക്കുകയാണ്. ഈ ജീവിതത്തിൽ നിന്റെ ഒപ്പം ഞാൻ കൂടെയുണ്ട് എന്ന ഒരു തീരുമാനം. മഞ്ഞുപോലെ മനോഹരമായ ഒരു തീരുമാനമാണ്. അതേ പ്രതി ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഈ അവസരത്തിൽ സുവിശേഷത്തിലെ ഒരു വ്യക്തിയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. മെയ്ഫറും ജിസ്മരിയയും ഈ ദിവസങ്ങളിലെല്ലാം വളരെ തിരക്കിലായിരിക്കും. ഒരുപാട് പേര് നിങ്ങളുടെ കൂടെയുണ്ടാകും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ, കല്യാണമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ തനിച്ചാകും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഓർമ്മിക്കാനായിട്ട് പറയുന്ന ഒന്ന് രണ്ട് കൊച്ചു കാര്യങ്ങൾ മാത്രമാണ് അവ. നിങ്ങൾക്ക് വേണ്ടി സുവിശേഷത്തിലെ ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അത് ഒരു മനുഷ്യ വ്യക്തിയല്ല, മാലാഖയാണ്, ഗബ്രിയേൽ മാലാഖ. നമുക്കറിയാം, മാലാഖയെ ചിത്രീകരിക്കുമ്പോൾ 3 പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. മാലാഖമാര് വെളുത്ത വസ്ത്രത്തിലാണ് സാധാരണയായിട്ട് ചിത്രീകരിക്കപ്പെടുക. അതിൻ്റെ അർത്ഥം അവർ ദൈവത്തിൻ്റെ കൂട്ടുകാരാണ്, വിശുദ്ധിയെ പ്രണയിക്കുന്നവരാണ്, അവർ വിശ്വസ്തരാണ് ദൈവത്തോട്. അതിൻ്റെ എല്ലാം അടയാളമാണ് ആ 3 ഇരട്ടി വലിപ്പത്തിലൊക്കെയാണ് ചിത്രീകരിക്കുക. അതിൻ്റെ അർത്ഥം കരുത്താണ്. കരുത്തും കരുതലും നൽകുന്ന ശക്തിയായിട്ട് മാലാഖ നമ്മുടെ ഒപ്പമുള്ളതുപോലെ നിങ്ങളും ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും കരുത്തോടുകൂടി കൂടെ നിൽക്കാനായിട്ട് പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ് മാലാഖമാരുടെ 2ാമത്തെ ഗുണം. 3ാമതായിട്ട് മാലാഖമാർക്ക് ചിറകുകളുണ്ട്. അതിൻ്റെ അർത്ഥം വേഗതയുള്ള വ്യക്തികളാണ് അവർ. വേഗത്തിൽ സഹായം ആവശ്യമുള്ളപ്പോൾ, സ്നേഹം ആവശ്യമുള്ളപ്പോൾ, കരുണ ആവശ്യമുള്ളപ്പോൾ വേഗത്തിൽ പറന്നെടുക്കുന്ന വ്യക്തികളാണ് മാലാഖമാർ. ഇങ്ങനെ മാലാഖയുടെ ആ ഗുണങ്ങളൊക്കെയുള്ള ഒരു പുതിയ മാലാഖമാരായിട്ട് നിങ്ങൾ വിവാഹ ജീവിതത്തിൽ മാറണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. വിശ്വസ്തതയുള്ള മാലാഖമാരായി നിങ്ങൾ മാറുക, കരുത്തുള്ള മാലാഖമാരായി കൂടെ നടക്കുക. അവസാനമായിട്ട് വേഗതയുള്ള, ആവശ്യ സമയത്ത് ഓടിയെത്താൻ കഴിവുള്ള, വികാരങ്ങളുള്ള വ്യക്തിയായിട്ട് നിങ്ങൾ കൂടെ നടക്കുക.